അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വൽ ഇമാമി ശാരിയാതി വആബാഇഹി വഅജ്ദാദിഹി വഅസ്ലാഫിഹി വഅഖ്ലാഫിഹി വജമീഉൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അദീം. സ്വദഖല്ലാഹുൽ അദീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു ബിദ്ഉം വസബ്ഊന ശുഅബഹ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. സ്വദഖല്ലാഹുൽ അദീം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ മുഅ്ജിസത്തുകളായിരിക്കുന്ന അവിടുത്തെ ഖിയാർ ഉമ്മത്ത്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന സാദാത്ത് അഹ്ലു ബൈത്ത്, ഉലമാഉ അഹ്ലി സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ കൗസറിൻ്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും 74-ാമത്തെ ഉറൂസ് അസ്ഹർ ഷാരിയാത്തി റഹിബഹുല്ലാ, മുഹറം 27, ആ ഉറൂസിൻ്റെ ദിനത്തിന് വെറും 4-5 ദിനമാണ് ബാക്കിയുള്ളത്. ഇന്ന് മുഹറം 22 വ്യാഴാഴ്ച ദിനമാണ്. മുഹറം 27 തിങ്കളാഴ്ച ദിനം ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെയും അവിടുത്തെ ആബാവ് അജ്ദാദ് അഷ്യാഖിൻ്റെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. യൗമുൽ മഷായിഖ് മഹാനവറുകളുടെ സർവ്വ മഷായിഖിൻ്റെ മഖ്സനു സലാസിലിൽ ഹുസൈനിയയിലുള്ളതും സബത്തുൽ അസ്ഹറിലുള്ള, അതുപോലെ സനദുൽ ഫിഖ്ഹിൽ മദാഹിബിൽ അർബഇലുള്ള, അതുപോലെ അൽ ഇജാസാത്തുൽ മദീന തുടങ്ങിയതിലുള്ള മഹാനവറുകളുടെ സർവ്വ മഷായിഖിൻ്റെയും ദറജാത്ത് അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു സാധുക്കളായ നമുക്കും വേണ്ടപ്പെട്ടവർക്കും ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ തുടങ്ങിയ എല്ലാ അഹ്ലുസുന്നയുടെ മസാജിദ്, മദാരിസ്, മആഹിദ്, മഖാമാത്ത് എല്ലാത്തിൻ്റെയും ഖാദിമീങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ സൂറത്ത് ആലു ഇമ്രാൻ, 3-ാമത്തെ സൂറത്ത്, അതിൻ്റെ 74-ാമത്തെ ആയത്തായ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അദീം എന്ന ആയത്തു ഷരീഫയോട് ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളാണ് ഈ 74-ാമത്തെ ഉറൂസ് അടുക്കുന്ന സമയത്ത് ഈ ദിറാസയിൽ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, പ്രത്യേകമാക്കുന്നു. അവനുദ്ദേശിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാസാക്കും. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വണ്ടമായ ഔദാര്യം ഉടയവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതായത് അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ ഖാസാക്കുന്നു. അല്ലാഹു വലിയ ഫളിൽ ഉള്ളവനാണ് എന്ന് സൂറത്ത് ആലു ഇമ്രാൻ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ വഖാല ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ആമിനു ബില്ലദീ ഉൻസില അലല്ലദീന ആമനു വജ്ഹൻ നഹാരി വഖ്ഫുറു ആഖിറഹ ലഅല്ലഹും യർജിഊൻ. അഹ്ലു കിതാബിൽപ്പെട്ട ചില ആളുകളുടെ ചതികളും വഞ്ചനകളും
ഇസ്ലാമിനെതിരെ അവർ ഉപയോഗിച്ച കുതന്ത്രങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 72, 73 ആയത്തുകളിലും അതിൻ്റെ മാഖബനും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അഹ്ലു കിതാബിൽപ്പെട്ട ചില ആൾക്കാർ കുറച്ച് സമയം ഉമ്മത്ത് മുഹമ്മദിയ ഇസ്ലാമിൻ്റെ ആളുകളെ വഞ്ചിക്കാൻ, ചതിക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ചതുപോലെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ മുർത്തദായി പോകും. കാരണം എങ്ങനെയെങ്കിലും ഉമ്മത്ത് മുഹമ്മദിയ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകണം, മുർത്തദാകണം, അല്ലെങ്കിൽ ഇസ്ലാമുമായി തെറ്റിദ്ധാരണ അവരെ മനസ്സിലുണ്ടാകണം എന്ന നിലക്ക് യഹൂദികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തിയിരുന്ന കുതന്ത്രങ്ങളാണ് ഇത്. കുറച്ച് സമയം മുസ്ലിമായി നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഇസ്ലാമിൻ്റെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി, മറ്റു നമ്മുടെ തൗറാത്തിലും മറ്റെല്ലാം പറഞ്ഞിരുന്ന പ്രവാചകൻ ഇവരനാണ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ നബി അല്ല എന്നും ഇസ്ലാം ശരിയല്ല എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥമല്ല എന്നും ഒക്കെ ബോധ്യപ്പെട്ടത് എന്ന് സാധാരണ മറ്റു ആളുകളോട് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകൽച്ച ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് സംശയമുണ്ടാക്കാൻ ചെയ്തിരുന്ന കുതന്ത്രങ്ങളാണ് ഈ ആയത്തിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതോടുകൂടെ വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനക്കും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. പിന്നെ അമ്പിയാക്കളാണെങ്കിലോ നമ്മളിലാണ് ഉണ്ടാകുക. അതായത് യഹൂദികൾ പറയാണ്, ബനു ഇസ്രായേലായ നമ്മൾ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം മകനായ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം, അങ്ങനെ വന്ന ബനു ഇസ്രായേൽ, ഈസാ നബി അലൈഹി സ്വലാം വരെ ഉള്ള എല്ലാവരും ബനു ഇസ്രായേലിന്റെ അമ്പിയാക്കളാണ്. ബനു ഇസ്രായേൽ അല്ലാതെ നബിമാർ വരൂല. അതേ സ്ഥാനത്ത് പ്രവാചകരായ ഖാത്തിമുൻ നബിയ്യൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട വ്യക്തിത്വമാണ്. അതായത് ബനു ഇസ്രായേലിൽപ്പെട്ടവരല്ല, ബനു ഇസ്മായിലിൽപ്പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് ബനു ഇസ്മായിലല്ല പ്രവാചകൻ വരേണ്ടത്, ബനു ഇസ്രായേലിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താനബലപ്പെട്ട ആളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും അല്ലാഹു തആല വേർതിരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താനപരബലട്ടാണ് മറ്റുള്ള എല്ലാ നബിമാരും വന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താനപരബലപ്പെട്ടതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ആ സിൽസിലയിൽ, ആ പരമ്പരയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ നബി ഇല്ല. സ്വാലിഹീങ്ങൾ ആ പരമ്പരയിലുണ്ട്. അതേ സ്ഥാനത്ത് നബിമാർ ആ സിൽസിലയിൽ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെയും അല്ലാഹു തആല വേർതിരിച്ചു. സൂര്യനുള്ള സ്ഥലത്ത് ചന്ദ്രത്തിനോ നക്ഷത്രത്തിനോ ആവശ്യമില്ല എന്ന നിലയ്ക്ക് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വേർതിരിച്ചിട്ടുണ്ട് എന്ന് മുഗ്നിൽ മുഹ്താജ്, അതുപോലെ ഹാഷിദു സ്വാബി, മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മറുപടി പറഞ്ഞു, ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹ് യുഅ്തീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. തീർച്ചയായും ഔദാര്യം, അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ല് അത് അല്ലാഹുവിന്റെ അടുക്കലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്അത്തുള്ള വിശാലമായ ഇൽമുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ നിഷേധിക്കാൻ വേണ്ടി അവർ ചെയ്ത കുതന്ത്രങ്ങൾ ബനു ഇസ്രായേലിലെ നബിമാരുണ്ടാവുള്ളൂ, ബനു ഇസ്മായിലിൽ ഉണ്ടാവൂല. അതിൻ്റെ മറുപടിയാണ് നുബുവത്ത് എന്ന് പറയുന്ന മഹത്വായ നിഅമത്ത്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ നുബുവത്ത് ബനു ഇസ്രായേലിക്ക് മാത്രമല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉടനെയാണ് 74-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അളീം. നുബുവത്തായാലും മറ്റു മഹത്വങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആണ് അള്ളാഹു കൊടുക്കുക. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നുബുവത്ത് കൊണ്ടും മറ്റും അള്ളാഹു തആല ഖാസാക്കും. അത് അള്ളാഹുവിൻ്റെ ഫിഅലാണ്, ഫഅാലു ലിമാ യുരീദാണ് അവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ഫിഅലാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ആലു ഇമ്രാന്റെ ഈ ആയത്തുകളിൽ പറയുകയാണ്. പ്രത്യേകിച്ചും ഈ ആയത്ത് യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അളീം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കുകയാണ് ചില വ്യക്തിത്വങ്ങളെ.
നുബുവത്ത് കൊണ്ട് റിസാലത്ത് കൊണ്ട് അള്ളാഹു ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹ്, അതുപോലെ ലാ യനാലു അഹദിൽ ളാലിമീൻ എന്നൊക്കെ തുടങ്ങിയ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് നുബുവത്തും റിസാലത്തും അള്ളാഹു നൽകുക. അതുകൊണ്ട് ആർക്ക് നുബുവത്ത് ലഭിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടിട്ടാണ്. അതല്ലാതെ ഇബാദത്ത് ചെയ്തിട്ടോ റിയാദ് നടത്തിയിട്ടോ അധ്വാനിച്ചിട്ടോ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് നുബുവത്ത് നൽകുന്നു. അള്ളാഹു തആല ഒരാൾക്ക് നുബുവത്ത് ഉദ്ദേശിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതേ സ്ഥാനത്ത് നുബുവത്തിൻ്റെ വാതിൽ ഒരാളെ തൊട്ട് അള്ളാഹു ബന്ദ് ചെയ്താൽ എന്ത് ചെയ്താലും അവർക്ക് നുബുവത്ത് എന്നത് ലഭിക്കുകയില്ല. ഇവിടെ നമ്മൾ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു അഖീദ മനസ്സിലാക്കേണ്ടതും, യൗമുൽ മശായിഖ് മുഹറം 27 സർവ്വ അഹ്ലുസുന്നയുടെ മശായിഖിനെ തവസ്സുലാക്കി, പ്രത്യേകിച്ചും ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അവരുടെ മശായിഖുകളായ 10,000 സിൽസിലകളിലുള്ള മശായിഖിനെ തവസ്സുലാക്കി നമ്മൾ ഉറൂസ് മുബാറക്ക് മുഹറം 27 നടത്തുമ്പോൾ അതിൻ്റെ മുമ്പ് ഈ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരായ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം, ആ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നുബുവത്ത് എന്ന് പറയുന്നത് അത് കസ്ബി അല്ല, അധ്വാനിച്ചു ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. നുബുവത്ത് ഇബാദത്ത് കൊണ്ടോ റിയാദ് നടത്തിയതിന്റെ പേരിലോ അങ്ങനെ അധ്വാനിച്ചതിന്റെ പേരിലോ ലഭിക്കുന്ന ഒരു സംഗതിയല്ല നുബുവത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് നൽകുന്ന ഒരു ദൗത്യമാണ്, ഒരു മഹത്വമാണ് നുബുവത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അവന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് അള്ളാഹു കൊടുക്കുകയാണ്. അങ്ങനെ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ മൻസബ് അലീമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറ്റ വ്യക്തിത്വമാക്കും. അപ്പൊ അതുകൊണ്ട് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ്, നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് അവർക്ക് ആ വ്യക്തിത്വങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള റദീലായ സ്വഭാവങ്ങൾ, താന്ന സ്വഭാവങ്ങളെ തൊട്ട് അള്ളാഹു തആല ശുദ്ധമാക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാദിലായ അഖ്ലാഖ്, നല്ല നല്ല മഹത്വമുള്ള സ്വഭാവങ്ങളെ കൊണ്ട് അവർക്ക് മുസയ്യൻ, അവർക്ക് നല്ലവര് അലങ്കരിക്കുകയും അവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് മദാരിജുൽ വിലായത്ത്, ഒരുപാട് സ്ഥാനങ്ങളൊക്കെ കയറി അവര് നസബിലും ജിസ്മിലും ഖൗലിലും ഫിഅലിലും ഹറകാത്തിലും സഖനാത്തിലും ജനങ്ങൾ വെറുക്കുന്ന വിധത്തിലുള്ള ഒരു കാമിലായ അഖിലിന് യോജിക്കാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല അവർ ശുദ്ധിയാക്കി അവർക്ക് കാമിലായ അഖിൽ അല്ലാഹു നൽകുന്നു. മറ്റുള്ളവരുടെ ബുദ്ധികളെക്കാളും എത്രയോ ആഴായ വലിയ മഹത്വമുള്ള ബുദ്ധികളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ കൊടുക്കുക. ലോകത്ത് ഒരു ഹക്കീമിനും ഒരു ഫൽസഫിക്കും ഒരു സയൻസിനും മാത്രമല്ല ഒരു വ്യക്തികൾക്കും എത്ര വല്ല ബുദ്ധിശാലികളാണെങ്കിലും അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനിക്ക് കൊടുത്ത ലക്ഷക്കണക്കുള്ള ആ വിശാലമായ ബുദ്ധിയുടെ ഒരു ചെറിയ ഭാഗം പോലും മറ്റു ആളുകളുടെ ബുദ്ധി എത്തുകയില്ല എന്ന് ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലേ ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിലിയത്തുൽ ഔലിയ 4-ാം വാല്യം 29-ാമത്തെ പേജിൽ 4652-ാമത്തെ ഹദീസിൽ പറയുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് ബിൻ സ്വാലിഹി അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദ ഫീ സിയരി ഖൈറിൽ ഇബാദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും, മാത്രമല്ല ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തജല്ലൽ യഖീൻ ബി അന്ന നബിയന സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹത്തായ ഗ്രന്ഥത്തിന്റെയും തൈലീഖിൽ എല്ലാം ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹിന്റെ ഒരു പുണ്യവാക്ക് മഹാനവറുകൾ പറഞ്ഞത് കാണാം. ഖറഅതു വാഹിദൻ വസബഈന കിതാബൻ فوجدت في جميعها أن الله عز وجل لم يؤت جميع الناس من بدء الدنيا إلى انقضائها من الأقل في جنب أقل سيدنا محمد صلى الله عليه وسلم إلا كحبة رمل من بين رمال جميع الدنيا وأن محمدا صلى الله عليه وسلم أرجه الناس أقلا وأفضلهم رأيا. അതായത്
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്കും വലിയ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. വഹബിന് മുനബ്ബിഹ് തങ്ങൾ പറയാണ്, ആ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് തുടങ്ങിയത് മുതൽക്ക് ദുനിയാവ് അവസാനിക്കുന്നത് വരെയുള്ള സർവ്വജനങ്ങൾക്കും ലഭിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി, ആ വിശാലമായ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് കൊടുത്തു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ആ ബുദ്ധിയുടെ ഒരു ഭാഗം നോക്കുമ്പോൾ ലോക ജനങ്ങൾക്ക് ദുനിയാവ് തുടങ്ങിയ മുതൽക്ക് അവസാനം വരെ ഉള്ള എല്ലാവരുടെയും ബുദ്ധി ഒരു ഭാഗത്ത് നോക്കിയാൽ ദുനിയാവ് മൊയ്വനത്തിന്റെ മണലുകളിൽ ചെറിയ ഒരു അംശത്തിന്റെ ഒരു ധാന്യം പോലും അമ്പിയാക്കൾക്ക് അത്രല്ലാതെ കൊടുക്കപ്പെട്ടിട്ടില്ല. വിശാലമായ ബുദ്ധിയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുദ്ധി ഒരു ഭാഗത്തും അതിൻ്റെ ഈ ദുനിയാവിന്റെ മണലുകളുടെ ഒരു ചെറിയ ഭാഗമാണ് മറ്റു ജനങ്ങൾക്കൊക്കെ അത്രല്ലാതെ ലഭിക്കപ്പെട്ടിട്ടില്ല എന്നും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറാ തങ്ങൾ അർജഹുന്നാസി അഖലൻ വഅഫ്ളലുഹും റഅയ്യാ, അർജഹുന്നാസി അഖലൻ വഅഫ്ളലുഹും റഅയ്യാ, ജനങ്ങൾ കൂട്ടത്തിൽ വലിയ ബുദ്ധിയുള്ളവർ, ജനങ്ങൾ കൂട്ടത്തിൽ അഭിപ്രായങ്ങൾക്ക് വലിയ മഹത്വമുള്ളവർ, അങ്ങനത്തെ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട അബൂ നുഐം റഹിമഹുല്ലാഹ് അവിടുത്തെ ഹില്യത്തുൽ ഔലിയ 4-ാം വാല്യം 29-30 പേജിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആം 124 പറഞ്ഞത് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹ. അതുപോലെ ഈ പറഞ്ഞ സൂറത്തു ഹദീദ് 21-ലും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അതുപോലെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുതീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തു ആലു ഇംറാൻ 73-ാമത്തെ ആയത്ത്. അതിന്റെ ഉടനെ അല്ലാഹു പറയാണ് യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹ്ലായ ഫദ്ല്, അള്ളാഹു മഖ്സൂസായി റഹ്മത്ത്, തൻ്റെ റഹ്മത്തിനെ മഖ്സൂസാക്കി റഹ്മത്ത്. ഏത് റഹ്മത്ത്? ഇസ്ലാം, ഖുർആൻ, നുബുവത്ത് തുടങ്ങിയ ഒരുപാട് റഹ്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവനുദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നു. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ഫദ്ല്, ഹിദായത്ത്, തൗഫീഖ്, ഇൽമ്, കിതാബ് നൽകുന്നത് ഇതെല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്തിലും മശിയത്തിലുമുള്ളതാണ്. അള്ളാഹു അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആർക്കെങ്കിലും ഫദ്ൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മെഹബൂബിനോട് അടുപ്പിക്കുന്നു. ഈ വിഷയത്തിലും മറ്റും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരാൾക്ക് മഹ്ലായ ഫദ്ൽ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അവന്റെ മെഹബൂബീങ്ങളോട് അടുപ്പിക്കുന്നു. മാത്രമല്ല അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മെഹബൂബീങ്ങളുടെ ആ മെഹബൂബീങ്ങളോട് വല്ലാതെ ഇത്വാഅത്തുള്ളവരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നു. അതുകൊണ്ട് അവിടെ അമാനത്തും ദിയാനത്തും എല്ലാ വിഷയത്തിലും അമ്പിയാക്കളോട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് പരിപൂർണ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ. അതുകൊണ്ട് മാത്രമല്ല ആ അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ അനന്തര സ്വത്തായ ഇൽമ്, ആ നാഫിയായ ഇൽമ് സ്വീകരിച്ചവരായിരിക്കും അള്ളാഹു ഫദ്ൽ ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹു റഹ്മത്ത് ഉദ്ദേശിക്കുന്നവർക്കും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ അവർ ആരാണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ, ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാം പരിപൂർണമായി നല്ല തെളിച്ചത്തോട് അവർക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ ഈ ആയത്തും അതിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ അമ്പിയാക്കളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ വിശ്വാസം എന്ത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്ത്, അതെല്ലാം നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിലും മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലും വളരെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കാരണം അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയം ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ യവാഖീത്തു വൽ ജവാഹിർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 224-ാമത്തെ പേജിൽ പറയുന്നു ലൈസത്തിൻ നബുവ്വത്തു മുക്തസബാ
ഹത്താ യതവസ്സല ഇലൈഹാ ബിന്നുസുകി വറിയാദാത്ത്. ഇബാദത്തുകളെ കൊണ്ടോ റിയാദുകളെ കൊണ്ടോ നുബുവത്തിലേക്ക് ചേരാൻ കഴിയില്ല. നുബുവത്ത് അത് അധ്വാനിച്ചുണ്ടാകുന്ന സംഗതിയല്ല. കമാ ലന്നഹു ജമാഅത്തു മിനൽ ഹംഖ, ഒരുപാട് വിഡ്ഢികളായ ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ യവാഖീത് വൽ ജവാഹിർ മിൻ അഖായിദ് അകാബിരിൽ ഔലിയാ അകാബിരിൽ ഉമ്മ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 11-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖാലത്ത് ലഹും റുസുലുഹും ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അതായത് നുബുവത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മഹ്ലായ ഫളലാണ്. അത് അധ്വാനിച്ചുണ്ടാകുന്ന സംഗതിയല്ല. അത് ഇബാദത്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിയാദ നടത്തിട്ടോ അല്ല അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന സംഗതിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫളൽ കൊണ്ട് നൽകുന്ന ഒരു പുണ്യമാണ്. മാത്രമല്ല അൽ മുസായറ എന്ന് പറഞ്ഞ അഖീദന്റെ ഗ്രന്ഥത്തിലും അതുപോലെ അൽ മുസാമറ എന്ന് പറഞ്ഞ അഖീദന്റെ ഗ്രന്ഥത്തിലും എല്ലാം നുബുവത്തിന്റെ ഷർത്തുകൾ പറഞ്ഞ സ്ഥലത്ത് 226-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഷർത്തുൻ നുബുവത്തി അദ്ദുകൂറത്തു വ കൗനുഹു അക്മല അഹ്ലി സമാനിഹി അഖലം വ ഖുൽഖാ എന്ന് അമ്പിയാക്കൾക്കുണ്ടാകുന്ന നിർബന്ധമായ വാജിബാത്ത് സിഫാത്ത് കുറിച്ചും അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിയാണ്, വിശാലമായ ബുദ്ധിയാണ് അള്ളാഹു നൽകുക എന്നൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. മാത്രമല്ല ഷറഹുൽ മഖാസിദ് 6-ാമത്തെ മബ്ഹത്തിൽ 3-ാം വാല്യം 317-ലും അമ്പിയാക്കൾക്ക് വാജിബായ സിഫാത്ത് ഉണ്ടാകുന്നതും അവർക്ക് മുസ്തഹിലായ സിഫാത്ത് ഏതാണ് ഒക്കെ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. അൽ മുഅ്തഖദുൽ മുൻതഖദ് അന്നുബുവത്തു ലൈസത്ത് കസ്ബിയത്തൻ എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുർ റസൂൽ ബദായിനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ 107-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ ആ നുബുവത്ത് കസ്ബിയത്തല്ല എന്ന് അൽ മുഅ്തഖദുൽ മുൻതഖദ് വിശദീകരിച്ച സ്ഥലത്ത് അന്നുബുവത്തു ലൈസത്ത് കസ്ബിയത്തൻ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തുർഫഷ്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഅ്തമദിലൊക്കെ പറഞ്ഞതുപോലെ ഇഗ്തിഖാദു ഹുസൂലിൻ നുബുവത്തി ബിൽ കസ്ബി കുഫ്റുൻ, നുബുവത്ത് കസ്ബിയാണെന്ന് വിശ്വസിക്കുന്നവർ അത് കുഫ്രിയത്താണ്, കാരണം അമ്പിയെ കസ്ബ് കൊണ്ടിട്ടുണ്ടാകുന്ന സംഗതിയാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. കാരണം അമ്പിയാക്കൾക്ക് ആ നുബുവത്ത് അള്ളാഹു നൽകിയ മഹ്ലായ ഫദ്ലാണ്. കസ്ബ് കൊണ്ടിട്ടോ റിയാദ് കൊണ്ടിട്ടോ ഇബാദത്ത് കൊണ്ടിട്ടോ ആ നുബുവത്തിന്റെ മൻസബ് എത്തിക്കൂല. അങ്ങനെ എത്തിക്കുമെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും മഹാന്മാർ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നുബുവത്ത് കസ്ബിയല്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആല മഹ്ലായ ഫദ്ൽ കൊണ്ട് നൽകുന്ന വഹബിയാണ്, അള്ളാഹു നൽകുന്നതാണ് എന്ന് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 74-ാമത്തെ ഉറൂസിൽ ചെറിയ നിലക്ക് ആലു ഇമ്രാന്റെ 74-ാമത്തെ ഈ സൂറത്തിനെ ചെറിയ നിലക്ക് വിശദീകരിച്ചു എന്ന് മാത്രം. അതോടുകൂടി നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസ് ഈമാനുമായി ബന്ധപ്പെട്ട ശുഅബുൽ ഈമാനുമായി ബന്ധപ്പെട്ട അൽ ഈമാനു ബിദ്ഉം വസിത്തൂന ശുഅബ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. അത് മറ്റൊരു റിപ്പോർട്ട് അൽ ഈമാനു ബിദ്ഉം വസബഊന ശുഅബ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈമാനിന്റെ ശാഖകൾ ശുഅബത്തുൽ ഈമാൻ എന്ന് പറഞ്ഞ ശുഅബുകൾ ഒരുപാട് മഹാന്മാർ ആ ശുഅബുകൾ 70-ചില്ലാനം ശുഅബുകൾ അത് പല നിലക്കും എണ്ണിപ്പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയ മഹാന്മാരുണ്ട്. ഇമാം അബു അബ്ദുല്ലാഹിൽ ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി ഫവായിദുൽ മിൻഹാജ് എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം, അഷൈഖ് അബ്ദുൽ ജലീൽ എന്നിവർ ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥം, ഇസ്ഹാഖ് ഇബ്നു ഖുർത്തുബി തങ്ങൾ കിതാബുൻ നസാബിഹ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം കിതാബുൻ നസാഇഹ്, അതുപോലെ ഇമാം അബു ഹാത്തിം എന്നിവർ വസ്ഫുൽ ഈമാനി വശുഅബിഹി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമാമീങ്ങൾ ഈ പറഞ്ഞ ശുഅബുൽ ഈമാൻ 70-ചില്ലാനം ശുഅബുകളുണ്ട്, ഈമാന്റെ ഭാഗങ്ങളുണ്ട്, ഈമാന്റെ ശാഖകളുണ്ട്. ഹയാ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ 9-ാമത്തെ ഹദീസ്, തുടക്കത്തിലെ 9-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ 1-ാം വാല്യം 215 216 പറഞ്ഞത് കാണാം. അതുപോലെ ഈ ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി 1-ാം വാല്യം 214 217 പറഞ്ഞത് കാണാം. മാത്രമല്ല ശുഅബുൽ ഈമാൻ, ഈമാന്റെ ശാഖകൾ
നാവിനോട് ബന്ധപ്പെട്ടത് 30, അതുപോലെ വിശ്വാസത്തിനോട് അഖീദയോട് ബന്ധപ്പെട്ടത്, ഇത്തിഖാദിയാത്തിനോട് ബന്ധപ്പെട്ടത്, അഖീദയോട് ബന്ധപ്പെട്ട ഈമാൻ അഖീദയോട് ബന്ധപ്പെട്ട 30ഓളം ശുഅബകൾ, അതുപോലെ നാവിനോട് ബന്ധപ്പെട്ട 7ഓളം ശുഅബകൾ, അതോടുപോലെ കൂടെ അയ്യാനോട് തടികളോട് ബന്ധപ്പെട്ട 17ഓളം ശുഅബകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ശുഅബകൾ, അത്ബായിനോട് പ്രത്യേകമാക്കപ്പെട്ട 6 ശുഅബകളും, അങ്ങനെ പറഞ്ഞ 18 ശുഅബകൾ, ടോട്ടലായി 77 ശുഅബകൾ ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി 216, 217 പേജുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ചില മഹാന്മാർ 74, അതിൽ തന്നെ ചിലത് ഒന്നിൽ ഒരു ശുഅബയിൽ പലതും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 74 ശുഅബകൾ പ്രത്യേകിച്ചും എന്ന് പറയാറുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ലറൂറിയാത്തുദ്ദീൻ, അത് പരിപൂർണമായി വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അതാണ് മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ. അതോടുകൂടെ ആ കാമില ഈമാനാകാൻ വേണ്ടി നമ്മുടെ അഅ്മാലു സ്വാലിഹ കൊണ്ടിട്ടും അഖ്ലാഖു സ്വാലിഹ കൊണ്ട് ആ ഈമാൻ നമ്മൾ മുസയ്യനാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ലറൂറിയാത്തുദ്ദീനെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. അതുപോലെ ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന യഥാർത്ഥ സുന്നി മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഅ്മൂലാത്തു അഹ്ലി സുന്ന, മറാസിമു അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഈദുൽ അയാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദു ഷരീഫ് നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം, അതോടുകൂടെ മഹത്തുക്കളുടെ അനുസ്മരണം, മെഹബൂബിങ്ങളുടെ തിദ്കാറുകൾ, അലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക് സഫറുൽ ഖൈർ 25, അതുപോലെ യൗമുൽ മുജദ്ദിദീൻ സഫറുൽ ഖൈർ 25, അതുപോലെ യൗമുൽ മശായിഖ് മുഹറമുൽ ഹറാം 27 തുടങ്ങിയ ദിനങ്ങളൊക്കെ, അതുപോലെ അതിൻ്റെ ആ മഹാന്മാരുടെ അഷിയാഖ്, ആബാ, അതുപോലെ അസ്ലാഫ്, അഖ്ലാഫ്, സർവ്വമഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി, അതിൻ്റെ തഈദിന് വേണ്ടി ഇന്ന് വരെ ഏതെല്ലാം ഹക്കിന്റെ അഹ്ലുകാർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്, ദീനീ ഖിദ്മത്തുകൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ, അഹ്സനായ, ആദമായ ജസാ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ശഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നാം പ്രത്യേകിച്ചും മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച ആ ഉറൂസ് മുബാറക്കിന്റെ പുണ്യസമയം, ബഹുമാനപ്പെട്ട ഇമാം ഷാരിയാത്തു റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക് മുഹറം 27 നടക്കുമ്പോൾ നാം പ്രത്യേകിച്ചും അടുത്തുള്ളവരൊക്കെ മഹാനായ ഇമാം ഷാരിയാത്തു റഹിമഹുല്ലാന്റെ ഉറൂസിന് പോവുകയും ദൂരമുള്ളവരും പോകാൻ പറ്റുന്നവർ ആ പുണ്യദിനം, ആ പുണ്യ ഹദറത്തിൽ പോയി ബർക്കത്തെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും, എന്തെങ്കിലും കാരണം കൊണ്ട് എത്താത്തവർ, പോകാൻ പറ്റാത്തവർ, അവരവരുടെ വീടുകളിലോ പള്ളികളിലോ മദ്രസകളിലോ സ്ഥാപനങ്ങളിലോ മറ്റോ ആ മഹാനവരുകളെയും മശായിഖിനെയും മലബാറിലേക്കും അതുപോലെ ഇന്ത്യയിലും വന്ന അഹ്ലുസുന്ന, അതുപോലെ ഇസ്ലാമിൻ്റെ സന്ദേശത്തിന് വേണ്ടി, ആ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശത്തിന് വേണ്ടി ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, സർവ്വമഹത്തുക്കളെയും അനുസ്മരിക്കുക, ആ മഹാന്മാരെ ദർജാത്ത് ഉയരാൻ ദ്വാരിക്കുക, അവരെ തവസ്സുൽ ചെയ്ത് ദ്വാ ചെയ്യുക. അള്ളാഹു എല്ലാ അഹ്ലുൽ ഖൈറിന്റെ ദറജ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകട്ടെ. മഹാനായ ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാൻ 2ാം വാല്യം 355 പേജിൽ പറഞ്ഞതുപോലെ, വഅലം അന്ന ജമീഅൽ അഅ്മാലി സ്വാലിഹ യസീദു ഫീ നൂറിൽ ഈമാൻ ഫഅലൈക ബിത്ത്വാഅത്തി വൽ ഹസനാത് വൽ വസൂൽ ഇലൽ മആരിഫിൽ ഇലാഹിയ്യ ഫഇന്നൽ ഇൽമ ബില്ലാഹി അഫ്ളലുൽ അഅ്മാൽ. സർവസൽക്കർമ്മങ്ങൾ അത് ഈമാനിന്റെ പ്രകാശം കൂട്ടിത്തരുന്നു. അതുകൊണ്ട് ത്വാഅത്ത്, ഹസനാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. അതുപോലെ അല്ലാഹുവിൻ്റെ മഅരിഫത്തിലേക്ക് എത്തിപ്പെടുത്തുന്ന വസ്തുക്കളാണ് അഅ്മാലു സ്വാലിഹ, അല്ലാഹുവിൻ്റെ മഅരിഫത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കൊണ്ട് അറിയുക എന്ന് പറയുന്നത്, ആ അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമ് അത് അഫ്ളലുൽ അഅ്മാലാണ്, പ്രവർത്തനം ഏറ്റവും മഹത്വമുള്ളതാണ്. അതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുആൽ നടത്തപ്പെട്ടപ്പോൾ ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, അൽ ഇൽമു ബില്ലാഹ് എന്ന് പറഞ്ഞതും. അങ്ങനെ അൽ അഅ്മാൽ, അൽ ഇൽമു ബില്ലാഹ് പല സമയത്തും ഓരോ മറുപടിക്കും
അൽ ഇൽമു ബില്ലാഹി അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഖലീലുൽ അമൽ യൻഫഉ മഅൽ ഇൽമി വഇന്ന കസീറൽ അമൽ ലാ യൻഫഉ മഅൽ ജഹലി. ഇൽമ് കുറച്ചുണ്ടെങ്കിലും അമല് കുറച്ചുണ്ടെങ്കിലും ഇൽമോടുകൂടെ ഉപകാരമുണ്ട്. അതേ സ്ഥാനത്ത് അമല് ധാരാളമുണ്ട്, പക്ഷേ ഇൽമ് ഇല്ല, വിവരക്കേടാ ഉള്ളത്, എന്നാൽ അതിന് ഉപകാരമില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി തഫ്സീർ റൂഹുൽ ബയാനിൽ, അതുപോലെ ഹാഫിദ് ഇറാഖി തങ്ങൾ അവിടുത്തെ തഖ്രീജുൽ അഹാദീസിലൊക്കെ തഖ്രീജുൽ ലി അഹാദീസിൽ ഇഹ്യാ തുടങ്ങിയതിലൊക്കെ രേഖപ്പെടുത്തതായി കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൽമ് ധാരാളം കരസ്ഥമാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി ഇൽമിനെ ഹയാത്താക്കാൻ അവിടുന്ന് ചെയ്ത ത്യാഗങ്ങൾ സ്വന്തത്തിന് വേണ്ടിയും അതുപോലെ ഈ ഉമ്മത്തിൻ്റെ നജാത്തിന് വേണ്ടി അഹ്ലുസുന്നയുടെ തഈദിന് വേണ്ടി എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് അവിടുന്ന് ശേഖരിച്ചത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ അകാബിരിങ്ങളായ പണ്ഡിത ശിരോമണികൾക്ക് വലിയ തഈദായിരുന്നു മർക്കസു അകാബിരി അഹ്ലുസുന്ന ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയത്തു ശരിയത്തിയ. അതുകൊണ്ട് ആ മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ ദാറുൽ ഇഫ്താഇൽ അസ്ഹറിൽ സംഘടിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളുടെ മുസന്നിഫീങ്ങളായ മഹത്തുക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. യൗമുൽ മശായിഖിൽ നിന്ന് പ്രത്യേകിച്ചും അവിടെയുള്ള ആസാറു ഷരീഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ ഷരീഫ്, ഷഅർ മുബാറക്ക് ഇന്ന് ഭൂമിൻ്റെ മുകളിലുള്ള സകല വസ്തുക്കളെക്കാളും വലിയ മഹത്വമുള്ളതാണ് അവിടുത്തെ ജുസ്ആയ ഷഅർ മുബാറക്ക്, ഷഅർ ഷരീഫ്. അതോടുകൂടെ മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ആസാറ് അന്ന തസ്നീഫൽ ആലിമി വലദുഹുൽ മുഖല്ലദ് ജമാലുദ്ദീൻ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സയ്യിദുൽ ഖാത്തിറിൽ പറഞ്ഞു. അതായത് മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ അത് അവർക്ക് സാക്ഷിതമായി നിൽക്കുന്ന മക്കളാണ്. മഹാനായ ഇമാം ശാരിയാത്തി റഹിമഹുല്ലാ എഴുതിയ ഗ്രന്ഥങ്ങൾ, അവിടുന്ന് സംഘടിപ്പിച്ച ഗ്രന്ഥങ്ങൾ, ഓരോ അഹ്ലുസുന്നക്ക് തഈദായി മഹാനവറുകൾ എഴുതിയ തഅലീഖാത്ത്, അത്തഅലീഖാത്തുൽ അസ്ഹരിയ അലൽ കുതുബിൽ അറബിയ, അത്തഅലീഖാത്തുൽ അസ്ഹരിയ അലൽ കുതുബിൽ അഖായിദുൽ ഇസ്ലാമിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് തഅലീഖാത്തുകൾ. അതോടുകൂടെ മഹാനവറുകൾ എഴുതിയ അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യ, അൽ ഫതാവ ദീനിയ ബി തൻകബിൽ ഹഫലത്തുൽ ഐക്കിയ, ദഫുശ്ശറുൽ അസീർ, ഇർഷാദാത്തുൽ ജിഫ്രിയ ഫി റദ്ദി അലൽ വലാലാത്തി നജ്ദിയ തുടങ്ങിയ ഒരുപാട് അസ്സുല്ലാഖു ത്വരീഖ അറാത്തിബത്തുൽ അസ്ഹരിയ ഫി സുല്ലാഖി ത്വരീഖത്തുൽ ഖാദിരിയ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഖസീദത്തുൽ ബദ്രിയ വൽ ഉഹദിയ, അതുപോലെ ഷറഹ് ബദ്രിയത്തുൽ ഹംസിയ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി എഴുതിയ ആ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ചും അന്ന് ഉറൂസ് മുബാറക്കിൻ്റെ അന്ന്, യൗമുൽ മശായിഖിൻ്റെ അന്ന് ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാന്റെ ആസാർ മുബാറക്ക്, അവിടുത്തെ പിതാവിൻ്റെ ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലിയു ശാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ആസാർ, അവിടുന്ന് ഉപയോഗിച്ച, അവിടുന്ന് എഴുതിയതും അവിടുന്ന് ഉപയോഗിച്ച ചില ആസാറുകളും, പ്രത്യേകിച്ചും മഹാനായ ഇമാമു അഹ്ലുസുന്ന അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വഫാത്ത് ഷരീഫിൻ്റെ 4 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകനായ മുഫ്തി ആലം ബിൽ ഹിന്ദ് അല്ലാമ മുസ്തഫ റളാ ഖാൻ അൽ ഖാദിറി ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കൊണ്ട് ഇമാം അഹമ്മദ് ശാരിയാത്തി റഹിമഹുല്ലാന്റെ ഹദ്റത്തിലേക്ക് അയച്ച ഖത്ത് മുബാറക്ക്, ആ ഖത്ത് അവിടെ ആസാർ മുബാറക്കന്റെ കൂടെ മുഹറം 27-ന് ആ തബറുക്കാത്ത്, അതോടുകൂടെ മഹാനായ സദറുൽ അഫാദിൽ നഈമുദ്ദീൻ മുറാദാബാദി ബാനി ജാമിയ നഈമിയ ആ മഹാനവറുകൾ റഹിമഹുല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടിയുള്ള കോൺഫറൻസുമായി ബന്ധപ്പെട്ട ആലിമി കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഇമാം ശാരിയാത്തി റഹിമഹുല്ലാക്ക് എഴുതിയ കത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആസാറുകൾ അവിടെ ഉണ്ട്. ആ ആസാറുകളൊക്കെ തവസ്സുലാക്കി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, സൂറത്തുൽ ബലദ് 1-2. അതുപോലെ അവിടെ സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മക്കത്തുൽ മുക്കറമയെ സത്യം ചെയ്ത് ഖുർആൻ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവസ്സുൽ കൊണ്ട്, അവിടുത്തെ വസീല കൊണ്ട് മക്കത്തുൽ മുക്കറമാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകി എന്ന് ഈ ആയത്തിൽ പറയുകയാണ്. അതുപോലെ വത്തീനി വസൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, തീന് അതുപോലെ സൈത്തൂന് തുടങ്ങിയ വസ്തുക്കളൊക്കെ സത്യം ചെയ്തുകൊണ്ട്, മാത്രമല്ല തൂർ എന്ന പർവ്വതത്തിന് സത്യം ചെയ്തുകൊണ്ട്, പലഹാരങ്ങളെയും പർവ്വതങ്ങളെയും മാത്രമല്ല നാടിനൊക്കെ സത്യം ചെയ്ത് പറയുമ്പോൾ എന്തേ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തവസ്സുലാണ്. അത്തിപ്പയം അതുപോലെ സൈത്ത് തുടങ്ങിയ ആ വസ്തുക്കൾക്ക് വലിയ ഒരു മഹത്വം ലഭിക്കപ്പെട്ടത് ആ പർവ്വതത്തിന്
മഹത്വം ലഭിക്കപ്പെട്ടത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ വസീല കൊണ്ടിട്ടാണ്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ തവസ്സുൽ കൊണ്ടിട്ടാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ വസീല കൊണ്ടിട്ടല്ലേ മക്കത്തുൽ മുക്കറമാക്ക് മഹത്വമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറയുകയാണ്. മാത്രമല്ല വസീല വലിയ മൻഫഅത്തുള്ളതാണ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നു. ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഉപകാരം അതുകൊണ്ട് സിദ്ധിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും എന്ന തുടങ്ങിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ. അതായത് ശമീൽ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, ത്വാലൂത്ത് രാജാവാണ് എന്നതിന് തെളിവെന്താ? താബൂത്ത് സക്കീന. അതായത് ആ താബൂത്ത് സക്കീന എന്ന് പറയുന്ന പെട്ടി സുബ്ഹാന ജല്ല ജലാലുഹു അതിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ തബറുക്കാത്തുണ്ട്, ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ തബറുക്കാത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ബനു ഇസ്രായേലിക്ക് ആ തബറുക്കാത്തുള്ള പെട്ടി കൊടുത്തു. എന്തേ? അതിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ നഅലൈൻ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട നഅലുകളുണ്ട്. ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ഇമാമത്ത് തലീക്കട്ടുണ്ട്. മറ്റു തബറുക്കാത്ത് ആസാറും ഉണ്ടായിരുന്നു. അങ്ങനെ ബനു ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഈ പെട്ടി മുമ്പിൽ വെച്ചുകൊണ്ട് അതിന്റെ ബറക്കത്ത് കൊണ്ട് യുദ്ധത്തിൽ വിജയം ലഭിക്കണം എന്ന് തവസ്സുൽ ചെയ്തിരുന്നു. അപ്പൊ മനസ്സിലാക്കാം, മഹത്തുക്കളുടെ തബറുക്കാത്തിന്റെ വസീല, മഹത്തുക്കളുടെ ആഫാറുകളുടെ തവസ്സുലാക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആഫാത്തുകളെ, ബലിയാത്തുകളെ, മുസീബാത്തുകളെ ദൂറയാക്കാൻ അത് കാരണമാണ്. അത് എല്ലാ മുഷ്കിലാത്തുകളെ, പ്രയാസങ്ങളെ അകറ്റാൻ അത് കാരണമാണെന്ന് ആ സൂറത്തുൽ ബഖറയുടെ ഈ ആയത്തും അതിന്റെ വിശദീകരണത്തിൽ പ്രത്യേകിച്ചും ഇമാം മുഹിയുസുന്ന ബഗവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മആലിമു തൻസീലൊക്കെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തിത് ത്വയ്ർ എന്ന ആയത്തിൽ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഞാൻ മണ്ണ് കൊണ്ട് പക്ഷികളുടെ രൂപത്തിൽ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞാൻ അതിൽ ഊതുന്നു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇദ്ന് കൊണ്ട് ആ മണ്ണ് ഇതാ ഒരു പക്ഷി രൂപത്തിലേക്ക് വരുന്നു. അതാണ് തവസ്സുല് കൊണ്ടിട്ട്, മഹാന്മാരുടെ ആസാറ് കൊണ്ട് ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഇതാ ബർക്കത്തുണ്ടാകുന്നു, മൻഫഅത്തുണ്ടാകുന്നു. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ലഭിക്കപ്പെടുന്നു. അതുകൊണ്ട് മഹത്തുക്കളുടെ വസീല കൊണ്ട് ജീവൻ, മണ്ണിനിക്ക് ഇവിടെ ജീവൻ ലഭിക്കുകയാണ്, രോഗങ്ങൾക്ക് ശിഫാ ലഭിക്കുകയാണ്. അതല്ലേ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമിരി മൂസ, ഫിർഔന് വളർത്തിയിരുന്ന മൂസ നബി അലൈഹി സ്വലാം, അതായത് ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസ നബി അലൈഹി സ്വലാം. അതേ സ്ഥാനത്ത് അന്ന് ഒരു പരീക്ഷണം എന്ന നിലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വളർത്തിയ സാമിരി മൂസ, മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു, ജിബ്രീൽ വളർത്തിയ മൂസ അത് സത്യനിഷേധിയാണ്. അതേ സ്ഥാനത്ത് മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു, ഫിർഔന് വളർത്തിയ മൂസ അവർ പ്രവാചകരാണ് എന്നൊക്കെ ഹാഷിത്തു സാബി അലാ തഫ്സീറുൽ ജലാലിൽ കാണാം. മാത്രമല്ല ആ ഒരു സംഭവത്തിൽ സാമിരി മൂസ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ആ കുതിരയുടെ നടത്തത്തിന്റെ താഴെയുള്ള മണ്ണെടുത്തുകൊണ്ട് ഇതാ ഒരു പശുക്കുട്ടിലിട്ടപ്പോൾ പശുക്കുട്ടി ശബ്ദിച്ചല്ലോ. അത് സൂറത്തു ത്വാഹ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അതായത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കുതിരയുടെ കാലിന്റെ ഭാഗത്തുള്ള മണ്ണ് തവസ്സുലാക്കുമ്പോൾ ഇതാ പശുക്കുട്ടിക്ക് ഒരു ചലനം വരികയാണ് എന്ന് ഈ ആയത്തും അതല്ലേ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് സാമിരി മൂസ ചെയ്തിരുന്ന പണി. അങ്ങനെ ജിബ്രീൽ ഇസ്ലാമിന്റെ ആ കുതിരയുടെ കാൽഭാഗത്തുള്ള മണ്ണ് ഉപയോഗിച്ചപ്പോൾ ഇതാ പശുക്കുട്ടിക്ക് ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് സൂറത്ത് ത്വാഹ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. ചുരുക്കി പറയുകയാണെങ്കിൽ മഹാന്മാരുടെ ആസാറിൽ വലിയ ബർക്കത്തുണ്ട്, തബറുക്കാത്തിൽ വലിയ ബർക്കത്തുണ്ട്. അതിനെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുമ്പോൾ വലിയ മഹത്വമുണ്ട്. മാത്രമല്ല മുഹറം 10 വഫാത്തായ ബഹുമാനപ്പെട്ട ഷാ ബർക്കത്തുല്ലാഹിൽ മാറഹറബി അടക്കമുള്ള ഇമാം ബൂസുരി അടക്കമുള്ള സയ്യിദ്ന ഷാ ഫുദൈൽ ഇബ്നു ഇയാദ്, അതുപോലെ അബുൽ ഹസൻ ഖർഖാനി റളിയല്ലാഹു അൻഹു, സർവ്വമഹാന്മാരുടെയും മുഹറമിൽ വഫാത്തായ സർവ്വ മഹത്തുക്കളുടെയും പ്രത്യേകിച്ചും ഹുസൈൻ റളിയല്ലാഹു അൻഹു, കർബല ശുഹദാക്കൾ, മുഫ്തി ആദം ബിൽ ഹിന്ദ്, മംബുറം ഖുത്ബുസ്സമാൻ മൗലദ് ദബീല,
അതുപോലെ ശിഹാബുദ്ദീൻ സുഹറവർദി അടക്കമുള്ള, അതുപോലെ ബഹുമാനപ്പെട്ട മഖ്ദൂം അഷ്റഫ് അസ്സിംനാനി മുഹറം 28 തുടങ്ങിയ എല്ലാ മഹാന്മാരുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് മുഹറം 27 മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ദറജ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അപ്പോൾ മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ പല മശായിഖുകളിൽപ്പെട്ട ഒരു മഹാൻ മുഹറം 10 വഫാത്തായ അശ്ശൈഖ് അബുൽ ഹസൻ അൽ ഖർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ജുബ്ബെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ മഹ്മൂദ് ഗസ്നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നു, ബനു ഇസ്രായേലിക്ക് യുദ്ധത്തിന് വിജയം ലഭിക്കാൻ അവർക്ക് താബൂത്ത് സക്കീന ഉണ്ടായിരുന്നു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആസാർ ഉണ്ടായിരുന്നു, ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ആസാർ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്റെ ഒരു മെഹബൂബായ എൻ്റെ ശൈഖായ അബുൽ ഹസൻ ഖർഖാനി റഹിമഹുല്ലാന്റെ ജുബ്ബ മാത്രമേ ഉള്ളൂ. ഈ ജുബ്ബനെ തവസ്സുലാക്കിക്കൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കണേ എന്ന് ആശിഖുർ റസൂൽ മഹ്മൂദ് ഗസ്നബി തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ആസാറിലേക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആസാർ അപ്പൊ അതുകൊണ്ട് യൗമുൽ മശായിഖ്, യൗമു അശ്യാഖ് അഹ്ലി സുന്ന, യൗമു മുഅയ്യിദിൽ മില്ലത്ത് മുഹറം 27 മഹാനായ ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാന്റെ ഉറൂസ് മുബാറക്ക്, അതോടുകൂടിയുള്ള ഒരുപാട് മജ്ലിസുകൾ മഹാനവരുടെ മശായിഖിനെ തവസ്സുലാക്കുക, അതോടുകൂടെ ആസാർ മുബാറക്കയുടെ സിയാറത്ത്, ഷഅറു ഷരീഫിന്റെ സിയാറത്ത്, അതോടുകൂടെ ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാന്റെ അവിടുത്തെ ആബാഇന്റെ അവിടുത്തെ അജ്ദാദിന്റെ ഇതാ ഒരുപാട് ആസാറുകൾ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് എഴുതപ്പെട്ട ഒരുപാട് ആ പുണ്യമേറിയ വരികൾ എല്ലാം നമുക്ക് സന്ദർശിക്കാൻ കഴിയും. അതുപോലെ അവർ ധരിച്ച ജുബ്ബകൾ, അതുപോലെ അവർ ധരിച്ച തൊപ്പി തുടങ്ങിയ അവർ ഉപയോഗിച്ച വടികളും മറ്റും ആ അസാ മുബാറക്കും മറ്റൊക്കെ സന്ദർശിക്കാൻ ആ ദിവസം നമുക്ക് വലിയ ബർക്കത്ത് നേടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസാർ മുബാറക്കയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി തരട്ടെ. പോകാൻ പറ്റുന്നവരൊക്കെ ആസാറ് കണ്ട് ആ ആസാറിനെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുക. അല്ലാത്ത ദൂരമുള്ളവർ ഇമാം ഷാരിയാത്ത് റഹിമുല്ലാനെയും അഷ്യാഖിനെയും അസ്ലാഫിനെയും അഖ്ലാഫിനെയും തവസ്സുലാക്കിക്കൊണ്ട് അവരുടെ ആസാറിനെയും തവസ്സുലാക്കിക്കൊണ്ട് മഗ്ഫിറത്ത് കിട്ടാൻ, സഅദത്തു ദാറൈൻ ലഭിക്കാൻ, ഇസ്തിഖാമത്ത് കിട്ടാനൊക്കെ പ്രത്യേകമായി പ്രാർത്ഥന നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാനെയും അവിടുത്തെ ആബാഗ് അജ്ദാദിന്റെയും അതുപോലെ അവിടുത്തെ ഷിയാഖിന്റെ ഈ പറയപ്പെട്ട സിൽസിലകളിലുള്ള സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അല്ലാഹു ആ മഹാന്മാരുടെ മദദ്, ഹിമായത്ത്, ശഫാഅത്ത് നൽകട്ടെ. ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാനെ തവസ്സുലാക്കിക്കൊണ്ട് അൽ ഇസ്തിഗാസത്തുൽ അസ്ഹരിയ മുഖേന പലതും മുഖേനയും ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാനെ തവസ്സുലാക്കുന്നവരുണ്ട്, അവിടുത്തെ മശായിഖിനെ തവസ്സുലാക്കുന്നവരുണ്ട്. മഹാനവറുകളുടെ പേരിൽ ഉറൂസ് മുബാറക്കിന്റെ ദിനങ്ങൾക്ക് ഒരുപാട് ദിനങ്ങൾക്ക് മുമ്പ് കോഴികളും മറ്റും വളർത്തിക്കൊണ്ട് മുഹറം 27 അറുത്തുകൊണ്ട് ഈസാലു സവാബ് ഇമാം ഷാരിയാത്ത് റഹിമുല്ലാഹി അസ്ലാഫ് അഷ്യാഖിന്റെ പേരിൽ നടത്താറുണ്ട്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. അവിടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. നമ്മയും അവരെയും അള്ളാഹു അഹ്ലുൽ ഖൈരി വസ്വലാഹിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ മുഹറം 27 യൗമു മുഅയ്യിദിൽ മില്ല, യൗമുൽ മശായിഖ്, ജൂലൈ 13 മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് അഹ്മദ് ഷാലിയാത്തി. അസ്സലാമു അലൈക്കും.